ഹിമയുഗത്തിൽ ജീവിച്ചിരുന്നതും ആധുനിക ആനകളുമായി അടുത്ത ബന്ധമുള്ളതുമായ വലിയ സസ്തനികളായിരുന്നു മാമോത്തുകൾ. മമ്മുത്തസ് ജീനസിൽപ്പെട്ട ഇവ ആദ്യമായി ആഫ്രിക്കയിൽ പ്രത്യക്ഷപ്പെട്ടത് ഏകദേശം 5 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. കാലക്രമേണ അവ യൂറോപ്പ്, ഏഷ്യ, വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിലേക്ക് കുടിയേറി. ഏറ്റവും അറിയപ്പെടുന്ന ഇനം വൂളി മാമോത്താണ്. തണുത്ത അന്തരീക്ഷവുമായി അവ പൊരുത്തപ്പെട്ടു ജീവിക്കുന്നു. വൂളി മാമോത്തുകൾക്ക് നീളമുള്ള രോമങ്ങളും ഇൻസുലേഷനായി കൊഴുപ്പിന്റെ കട്ടിയുള്ള പാളി, നീളമുള്ള വളഞ്ഞ കൊമ്പുകൾ എന്നിവ ഉണ്ടായിരുന്നു. ഈ കൊമ്പുകൾക്ക് 15 അടിയിൽ കൂടുതൽ നീളത്തിൽ വളരാൻ കഴിയും. മഞ്ഞു കുഴിക്കുന്നതിനും വേട്ടക്കാരോട് പോരാടുന്നതിനും മറ്റു മാമോത്തുകളുമായി ഇടപഴകുന്നതിനും ഇവ ഉപയോഗിച്ചിരുന്നു. മാമോത്തുകൾ സസ്യഭുക്കുകളായിരുന്നു. അവ പ്രധാനമായും പുല്ലുകൾ, കുറ്റിച്ചെടികൾ, മറ്റ് സസ്യവസ്തുക്കൾ എന്നിവ ഭക്ഷിച്ചു. ആധുനിക ആനകളെപ്പോലെ അവ കൂട്ടമായി ജീവിച്ചു. ശക്തമായ സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ പരിപാലിച്ചു. അവ ബുദ്ധിമാനും സാമൂഹികവുമായ മൃഗങ്ങളായിരുന്നു. ഹിമയുഗത് മാമോത്തുകൾ ആദ്യകാല മനുഷ്യർക്കൊപ്പമാണ് ജീവിച്ചിരുന്നത്. ഗുഹാചിത്രങ്ങൾ, ഉപകരണങ്ങൾ, അസ്ഥികൾ എന്നിവയിൽ നിന്നുള്ള തെളിവുകൾ കാണിക്കുന്നത് മനുഷ്യർ ഭക്ഷണത്തിനായി മാമോത്തുകളെ വേട്ടയാടിയിരുന്നുവെന്നും അഭയത്തിനായി അവയുടെ അസ്ഥികളും ഉപകരണങ്ങൾക്കും കലാസൃഷ്ടികൾക്കും വേണ്ടി അവയുടെ കൊമ്പുകളും ഉപയോഗിച്ചിരുന്നു. ഹിമയുഗത്തിന്റെ അവസാനത്തിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കൊപ്പം മനുഷ്യവേട്ടയാടലും അവയുടെ വംശനാശത്തിന് കാരണമായിരിക്കാം. മിക്ക മാമോത്തുകളും ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പ് അപ്രത്യക്ഷമായി. എന്നിരുന്നാലും ആർട്ടിക് സമുദ്രത്തിലെ റാങ്കൽ ദ്വീപിൽ ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഒരു ചെറിയ കൂട്ടം അതിജീവിച്ചു. അതായത് ഈജിപ്തിലെ പിരമിഡുകൾ നിർമ്മിക്കുമ്പോൾ മാമോത്തുകൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. സമീപ വർഷങ്ങളിൽ സൈബീരിയയിലും മറ്റ് തണുത്തുറഞ്ഞ പ്രദേശങ്ങളിലും കണ്ടെത്തിയ മരവിച്ച മാമോത്ത് അവശിഷ്ടങ്ങൾ ശാസ്ത്രജ്ഞർ പഠിച്ചുവരികയാണ്. ഈ അവശിഷ്ടങ്ങളിൽ ചിലപ്പോൾ രോമങ്ങൾ, മാംസം, DNA എന്നിവ ഉൾപ്പെടുന്നു. ചില ശാസ്ത്രജ്ഞർ മമ്മൂതുകളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളായ ഏഷ്യൻ ആനകളുടെ DNAയിൽ മാമോത്ത് ജീനുകൾ ഉൾപ്പെടുത്തി മാമോത്തിന്റെ സ്വഭാവവിശേഷങ്ങൾ തിരികെ കൊണ്ടുവരാനുള്ള വഴികൾ പര്യവേക്ഷണം ചെയ്യുന്നു. കൗതുകത്തിനായി മാമോത്തുകളെ പുനഃസൃഷ്ടിക്കുക എന്നതല്ല ലക്ഷ്യം. മാമോത്ത് പോലുള്ള മൃഗങ്ങളെ ആർട്ടിക് പ്രദേശത്ത് വീണ്ടും അവതരിപ്പിക്കുന്നത് പുൽമേടുകൾ നിലനിർത്തുന്നതിലൂടെയും പെർമാഫ്രോസ്റ്റിന്റെ ഉരുകൽ മന്ദതിയിലാക്കുന്നതിലൂടെയും നഷ്ടപ്പെട്ട ആവാസവ്യവസ്ഥയെ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുമെന്ന് ചില ഗവേഷകർ വിശ്വസിക്കുന്നു. മാമോത്തുകൾ അവയുടെ ആവാസവ്യവസ്ഥയിലും മനുഷ്യചരിത്രത്തിലും ഒരു പ്രധാന പങ്കുവഹിച്ച ആകർഷകമായ മൃഗങ്ങളായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അവ വംശനാശം സംഭവിച്ചെങ്കിലും ശാസ്ത്രീയ ഗവേഷണത്തിലൂടെയും ഭാവിയിൽ അവയുടെ സ്വഭാവവിശേഷങ്ങൾ തിരികെ കൊണ്ടുവരാനുള്ള സാധ്യതയിലൂടെയും അവയുടെ കഥ ഇന്നും തുടരുന്നു.